മധ്യസ്ഥനായ വിശുദ്ധ യൂദാസ് ശ്ലീഹയുടെ തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടിയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട വികാരിച്ച സിസ്റ്റേഴ്സ്, ഈ വാർഡിലെ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇന്ന് വളരെ മനോഹരമായ ഒരു കാലാവസ്ഥയാണ് നമുക്ക് കിട്ടിയത്. പകലൊക്കെ വളരെ മോശമായിട്ടായിരുന്നു, മഴ പെയ്യുന്നൊരു ആശങ്കയുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ നന്നായിട്ട് മാറിക്കിട്ടി. നമ്മുടെ മധ്യസ്ഥൻ്റെ ഒരു അത്ഭുതമെന്ന് വേണം നമുക്ക് പറയാം. പ്രിയമുള്ളവരെ, നമ്മളിന്ന് ഈ ഭവനത്തിലൂടെ ആയിരിക്കുന്നത് വിശുദ്ധ യൂദാസ് തിരുനാൾ ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ്. വിശുദ്ധ യൂദായെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി മുഴുവൻ അച്ഛൻ നമുക്ക് പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ എനിക്ക് പിന്നെ പറയാൻ ഒരു സ്കോപ്പും ഇവിടെ ഇല്ല. എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഏതായാലും വിശുദ്ധ യൂദ കർത്താവിൻ്റെ ഏറ്റവും അടുത്ത ഒരു ശിഷ്യനായിരുന്നു, ബന്ധുവായിരുന്നൊക്കെ അച്ഛൻ പറഞ്ഞു. അതുപോലെ തന്നെ മാതാവിനോടൊപ്പം കുരിശടിയിലിരുന്ന ഒരു ശിഷ്യനും കൂടിയായിരുന്നു. ഞാൻ ഒരുപാട് വലിയ ദീർഘിച്ച പ്രസംഗമൊന്നും പറയുന്നില്ല, കാരണം അച്ഛൻ എല്ലാം പറഞ്ഞു തീർപ്പതാണ്. പ്രിയമുള്ളവരെ, എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഞാൻ ഇന്ന് നമ്മുടെ വികാരിച്ചൻ ഇവിടെയുണ്ട്. എല്ലാ തിരക്കുകളും ഒഴിവാക്കി അച്ഛൻ വന്നതാണ് ഇവിടെ. അച്ഛൻ ജൂബിലിയുടെ നിറവിലാണ്. ഈ വർഷം അച്ഛൻ ജൂബിലി ആഘോഷിക്കുകയാണ്. ജൂബിലിയുടെ നിറവിലിരിക്കുന്ന വികാരിച്ചനെ ഒരുപാട് സ്നേഹത്തോടും ആദരപൂർവ്വം ഇന്നത്തെ ഈ പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സിസ്റ്റർ അനിമേറ്റർ സിസ്റ്റർ പേര് അർച്ചന. സിസ്റ്റർ അർച്ചന ഞങ്ങളുടെ പൊതുനമസ്കാരത്തിനൊക്കെ ഒരുപാട് നന്നായിട്ട് ലീഡ് ചെയ്തു. ഇന്നത്തെ എല്ലാ പരിപാടികളിലും ലീഡ് ചെയ്തു. ഒരുപാട് വാർഡിന് വേണ്ടി കഷ്ടപ്പെട്ടു. സിസ്റ്ററെയും CMC കോൺവെന്റിലെ ബാക്കി എല്ലാ സിസ്റ്റേഴ്സിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം അനുസരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള കൈക്കാരന്മാർ, സെക്രട്ടറി, ഗായക സംഘത്തിലെ അംഗങ്ങൾ, കപ്പ്യാർ, ഇവരെല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ ഈ പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ സ്വാഗതം ചെയ്യുന്നു. ഈ വാർഡിലെ ഒരു സ്പെഷ്യലായിട്ട് വന്യവയോധികനായ നമ്മുടെ വാർഡിലെ ഏറ്റവും മുതിർന്ന പൗരനായ പൗലോസേട്ടനെയും ചേട്ടത്തെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ വാർഡിലെ എല്ലാ കുടുംബാംഗങ്ങളെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. സ്നേഹ ബഹുമാനപ്പെട്ട വികാരി അച്ഛ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാസ് ശ്ലീഹായുടെ തിരുനാൾ നാം ആഘോഷിക്കുകയാണ്. യൂദാസ് കറിയാത്ത എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ യൂദാ തദേവസ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കാറുള്ളത്. യേശുവിനോടൊപ്പം നടന്നവൻ, യേശുവിനെ സ്പർശിച്ചവൻ, യേശുവിന്റെ സ്നേഹം തന്റെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയവൻ, അതാണ് വിശുദ്ധ യൂദാ തദേവസ്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സഹോദരിയായ മേരിയുടെയും ക്ലിയോപാസിന്റെയും മകനായിരുന്നു വിശുദ്ധ യൂദാ തദേവസ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ 2 സ്ഥലങ്ങളിലാണ് യൂദാസ് ശ്ലീഹായെ കാണാൻ സാധിക്കുക. അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുക്കുന്ന വേളയിലും പിന്നീട് അന്ത്യത്താഴ സമയത്തും. യേശുവിന്റെ മരണശേഷം വിശുദ്ധൻ തീക്ഷ്ണമതിയായി പല പ്രദേശങ്ങളിലും പോയി സുവിശേഷ പ്രഘോഷണം നടത്തിയിരുന്നു. സിറിയ, സമരിയ, യൂദയ, മെസപ്പൊട്ടാമിയ എന്നീ പ്രദേശങ്ങളിലായിരുന്നു പ്രധാനമായും സുവിശേഷ പ്രഘോഷണം നടത്തിയിരുന്നത്. ഇതിനിടയിലാണ് വിശുദ്ധൻ രക്തസാക്ഷിത്വം വരിക്കുന്നത്. കുരിശിൽ തറയ്ക്കപ്പെട്ട അമ്പ് അയക്കപ്പെട്ടാണ് വിശുദ്ധൻ മരണമടങ്ങിയത്. വിശുദ്ധന്റെ ഛായാചിത്രങ്ങളിൽ നോക്കുമ്പോൾ കയ്യിൽ ഒരു വടിയും ശിരസിന് മുകളിൽ പന്തക്കുസ്ത നാളിൽ ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായി തീനാളോ എല്ലാറ്റിനും ഉപരിയായി എന്നും എപ്പോഴും തന്റെ ചങ്കോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്ന ഈശോയുടെ ഒരു ഫോട്ടോയും. വിശുദ്ധന്റെ ഈ ജീവിതശൈലി നമുക്ക് മാതൃകയാണ്. ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധിയിലും കർത്താവിനെ ചങ്കോട് ചേർത്ത് പിടിച്ച് അവയെല്ലാം നിസ്സാരമായി അതിജീവിക്കാനുള്ള ഒരു വലിയ മാതൃക. ജീവിതത്തിലെ
വിശുദ്ധന്റെ ഈ ജീവിത മാതൃക പിന്തുടർന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കിയെടുക്കാം. ഏവർക്കും വിശുദ്ധന്റെ തിരുനാൾ മംഗളങ്ങൾ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നാവിനാഴങ്ങളിൽ അറിഞ്ഞു നിന്ദിവ്യ സ്നേഹം നിറഞ്ഞ തലോടലായി എന്നുമേശുവേ മനസ്സിൻ ഭാരമെല്ലാം നിന്നോടു പങ്കുവച്ചു മാറോടെന്നെ ചേർത്തണച്ചു എന്തൊരാനന്ദം എന്തൊരാനന്ദം ഒരു നാൾ നാഥനെ ഞാൻ തിരിച്ചറിഞ്ഞു തീരാത്ത സ്നേഹമായി അരികിൽ വന്നു ഒരു നാൾ നാഥനെ ഞാൻ തിരിച്ചറിഞ്ഞു തീരാത്ത സ്നേഹമായി അരികിൽ വന്നു ഉള്ളിൻ്റെ ഉള്ളിൽ നീ കൃപയായി മഴയായി നിറവാർന്നൊരനുഭവമായി എന്തൊരാനന്ദം എന്തൊരാനന്ദം रंग ही ना का तेरे दिल से आया ओए 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 संग पिया का कैसे खिल के आया ओए 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 हमने सुना है लड़के ने पहले लाखों को ठुकराया लड़का बेचारा कदमों पे गिर के उससे हाँ बुलवाया छोड़ देना अच्छा ये सब ऊंची बातें राग का बैलेंस सुन वो आई पीछे चुप कर दोनों की सगाई होने दे कभी दोनों में लड़ाई होना खटपट खिटपिट करो करो करो
എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അച്ഛ, അനിമറ്റ സിസ്റ്ററിൻ്റെ കൂടെ വന്ന മറ്റ് സിസ്റ്റർമാരെ, നമ്മുടെ പള്ളിയിലെ കൈക്കാരന്മാർ, കെപ്പിയാരെ, പിന്നെ നമ്മുടെ ഈ വാർഡിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി നമ്മൾ നമസ്കാരം പറയുന്നു. നമ്മുടെ എല്ലാ കൊല്ലം നമ്മൾ ആഘോഷിക്കുന്ന പോലെ നമ്മുടെ വാർഡിൻ്റെ പെരുന്നാളിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. നമ്മുടെ അച്ഛൻ്റെ ജൂബിലി എന്ന് പറയുന്നത്. അച്ഛൻ പിന്നിട്ട പാതകൾ 25 കൊല്ലം എന്ന് പറയുന്നത് നിസ്സാരമല്ല. നമ്മൾ ഒറ്റ വാക്കിലത് പറയുമെങ്കിലും ശാരീരികവും മാനസിക തലത്തേക്കാളും ഉപരി ആത്മീയതലം, അതായത് പൗരോഹിത്യ തലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ നമുക്ക് വന്നിട്ട് 5 മാസമായിട്ടുള്ളൂ. പക്ഷെ അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ അതിനകത്ത് ശ്രദ്ധിച്ച 1-2 കാര്യങ്ങളാണ് അതിനകത്ത് കാണുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ തിരുഹൃദയ ഗ്രൂപ്പിനകത്ത് അത് വളരെ ആക്റ്റീവായി അതിനകത്ത് കാര്യങ്ങളെല്ലാം. പ്രത്യേകിച്ച് ഒരു പുതിയൊരു അംഗം നമ്മുടെ വാർഡിലേക്ക് അല്ലെ നമ്മുടെ പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഒരാൾ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കല്യാണത്തിൻ്റെ സംബന്ധമായ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അച്ഛൻ അതിനകത്ത് A to Z വിശദമായിട്ട് ഇടും. അപ്പം നമുക്ക് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീഡിയ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. നമ്മൾ ആദ്യ കാലഘട്ടം പത്രമായിരുന്നു, പിന്നെ റേഡിയോയായി, TV കാര്യങ്ങളുമായി, ഇപ്പം സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടാണ് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പള്ളിയിലെ A to Z എല്ലാ കാര്യങ്ങളും, ഒരു വീട്ടിൽ നടന്ന കാര്യങ്ങളും, അതുപോലെ തന്നെ വാർഡിൽ നടക്കുന്ന കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അച്ഛൻ യൂട്യൂബിൽ ഇടുന്നുണ്ട്. അത് നമുക്ക് കാണുവാനും കേൾക്കാനും മറ്റുള്ളവർക്ക് അത് ആസ്വദിക്കാനും പറ്റുന്നുണ്ട്. ആ രീതിയിലാണ് അച്ഛൻ ക്രോഡീകരിച്ച് ഇടുന്നത്. അങ്ങനെ ആ രീതിയിലുള്ള അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ ഇനിയുള്ള ജൂബിലികളും കൂടുതൽ ജൂബിലികൾ ആഘോഷിക്കാൻ പറ്റട്ടെ. ഇത് സിൽവറാണ്, ഇനി ഗോൾഡറും അത് കഴിഞ്ഞ് ഡയമണ്ടൊക്കെ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ പേരിലും നമ്മുടെ വാർഡിൻ്റെ പേരിലും എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
സന്തോഷാലയ കുറുക്കൻ. ഒരിടത്തൊരു കാക്ക വിശന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു. അപ്പോൾ അമ്മൂമ്മ മുറ്റത്ത് അപ്പം ചൂടുന്നത് കണ്ടു. അപ്പോൾ ആ കാക്ക താഴോട്ട് പറന്നു വന്ന് ഒരപ്പവും കൊത്തിയെടുത്ത് അടുത്ത മരക്കൊമ്പിൽ വന്ന് ഇരുന്നു. അപ്പോൾ അതുവഴി വന്ന കുറുക്കൻ അത് കണ്ടു. അപ്പോൾ ആ കുറുക്കൻ്റെ വായ വെള്ളം ഊറി. അപ്പോൾ ആ കുറുക്കൻ തീരുമാനിച്ചു ഇതെങ്ങനെയാലും കഴിക്കണമെന്ന് കുറുക്കൻ തീരുമാനിച്ചു. അപ്പോൾ ആ കുറുക്കൻ കാക്കയോട് കുശലും പറയാൻ തുടങ്ങി. കാക്ക നീ എത്ര സുന്ദരിയ, നിന്റെ അച്ഛനും മുത്തനും ഒക്കെ നന്നായി പാട്ട് പാടി വരുന്നു. നീ ഇതുപോലെ പാട്ട് പാടുമെന്ന് കേട്ടിട്ടുണ്ട്. നീ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടി തരുമോ? കുറുക്കന്റെ പ്രശംസയിൽ അഭിമാനം തോന്നി കാക്കായെന്ന് പണം വാ തുറന്നപ്പം അപ്പത്താഴ വീണു. അപ്പോൾ ആ കുറുക്കൻ ആ അപ്പവും കൈകളാക്കി അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. കൂട്ടുകാരെ, ഈ കഥയുടെ ഗുണപാട് അത് പ്രശംസയിൽ ആരും മയങ്ങരുത്. താങ്ക് യു. കൂടെ കളിക്കാവ പൂക്കൾ കൊണ്ട് മാലയൊന്ന് കൊടുത്തു തരാം. നിന്റെ പൂമുഖം കണ്ടു നിന്നിടാം. പുഞ്ചിരിച്ചൊരായിരം ഉമ്മ നൽകിടാം. കൂട്ടുകൂടുവാൻ നീ വരണമേ. ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ. ക്രൂശിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിന്മേലെങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിന്മേലെങ്കിക്കുള്ളിൽ. ഈശോയെ നിൻ രൂപം കാണുമ്പോൾ എൻ മുഖം ശോഭിതമാകും. ഈശോയെ നീ എന്നിൽ വാഴുമ്പോൾ എന്നുള്ളം സ്വർഗമായി തീരും. തിന്മ കാണാതെ കാക്കണമേ, ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിന്മേലെങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിന്മേലെങ്കിക്കുള്ളിൽ. ഇന്നത്തെ ഈ പരിപാടികളെല്ലാം വളരെ മനോഹരമായിരിക്കുന്നു. കൊച്ചു കുട്ടികൾ എത്ര നന്നായിട്ട് ഒരുങ്ങി പാട്ടുപാടുന്നു, ഡാൻസ് കളിക്കുന്നു. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും എല്ലാവരും തന്നെ നല്ല രീതിയിൽ ഒരുങ്ങിയാണ് ഈ തിരുനാൾ ആഘോഷം.
നാവിൽ എന്നീശോദൻ നാമം, കാതിൽ എന്നീശോദൻ നാദം, കണ്ണിൽ ഈശോദൻ രൂപം, നെഞ്ചിൽ ഈശോദൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോദൻ നാമം. ബഹുമാനപ്പെട്ട വികാരി അച്ഛ, ഇന്നത്തെ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന് അച്ഛനും പിന്നെ പറഞ്ഞു തന്ന നല്ല വാക്കുകൾക്കും ഞാൻ എൻ്റെ വാർഡിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അപ്പം ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ എല്ലാം ഞങ്ങളെ ഒന്നിച്ചു നിർത്തി എല്ലാ പരിപാടികളും മുൻപിൽ നിന്ന് ഞങ്ങൾക്ക് നേതൃത്വം തന്ന അർച്ചന സിസ്റ്ററിന് നന്ദി പറയുന്നു. അപ്പം ഞങ്ങളുടെ ഈ പരിപാടിയിലേക്ക് കടന്നു വന്ന കൈക്കാരന്മാർക്കും കപ്പ്യാർ മനോജിനും നന്ദി പറയുന്നു. അപ്പം ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന മറ്റ് സിസ്റ്റർമാർക്കും നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും നന്ദി പറയുന്നു. ഇന്ന് ഈ ഭവനം ഒരുക്കി തന്ന വളമ്പള്ളി ജിനുവിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.